മോനെ അത് 100 110 ഉറപ്പക്കാർക്ക് എല്ലാരും അങ്ങോട്ട് തന്നെ ചായ പിടിക്കാം. ഓൺലോക്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഒരു അടിപൊളി വ്ളോഗാണ്. എന്താണെന്ന് വെച്ചാൽ ബൈക്ക് റൈഡേഴ്സിന്റെ കൂടി ദുബായിൽ നിന്ന് ഞാൻ നേരെ കുർഫുഖാനിലേക്ക് റെസ്റ്റ് ഏരിയയിലേക്ക് പോകാൻ പോവാണ്. നമ്മുടെ കൂടെയുള്ള ബൈക്ക് ഏതൊക്കെയാണെന്ന് അറിയാം? നിങ്ങളിപ്പോൾ കണ്ടോക്കിയതാ, ഇതാണ് മക്കളെ നമ്മളെ കൂടെയുള്ള റൈഡേഴ്സിന്റെ ബൈക്ക്. അപ്പോൾ ഇത്രയും റൈഡേഴ്സ് ക്ലബിന്റെ ഇടക്കാണ് നമ്മൾ അവിടത്തേക്ക് പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ, ഒരു കിടിലം പോലത്തെ വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. പലതരം ബൈക്ക് ഉണ്ട്, ഒന്നും മാത്രമല്ല. ഇതുള്ളത് ഹോണ്ടയുടെ ഉണ്ട്, BMW ഉണ്ട്, അതിനുള്ളിൽ തന്നെ ഹാർലി ഉണ്ട്, പിന്നെ ഒരു ഹോണ്ട വരുന്നുണ്ട്, പിന്നെ മെറ്റ്യൂർ റോയൽ എൻഫീൽഡ്, അടുത്തതും വേറൊരു മെറ്റ്യൂർ, ഇതും അതേപോലെ ഹാർലി ഡബിൾസൺ ഉണ്ട്. അപ്പം ഇതാണ് ടീംസ്, ഓരോരുത്തരും പരിചയപ്പെടുത്തി തരാം. Hello, we are on a weekend ride. Yeah. Okay, it's summer, so we prefer night rides. So, I'm Sudanand. We are heading to the same destination. Oh, hi, how are you? Yeah, we are also heading to Khorfakan. Good to see all of you. I'm sure it'll be a good fun tonight. Hi guys, have a nice ride and we'll meet in the Khorfakan top. My name is Karamjit Kutti. I'm from Kerala. Nice. And it's nice joining you guys here. I want to be a Punjabi, but unfortunately or fortunately, I am a Keralite. Welcome. ഒന്ന് പരിചയപ്പെടുത്തി. സാധിക്ക് മലപ്പുറം വിടന്റെ മോനെ അത് 100 110 വിടന്റെ ഉറപ്പക്കാർക്ക്. ഇത് എത്രയും വണ്ടി കാണുന്ന വണ്ടി മൊത്തം കൊണ്ടേക്കല്ലേ ഒക്കെ എല്ലാരും അങ്ങോട്ട് തന്നെ ചായ പിടിക്കാൻ അതാണ് നമ്മുടെ ഉദ്ദേശം. ചായ പിടിക്കാൻ വേണ്ടിട്ട് ഈ വണ്ടികളെല്ലാം എടുത്തിട്ട് ഒരു വീക്കെൻഡ് റൈഡ്. മലയാളിയാണ്. നാട്ടിലെ തൃശ്ശൂർ. അടിപൊളി. Nice to see you guys. See you at the top. അങ്ങനെ ഏകദേശം ആൾക്കാരെല്ലാം നമ്മൾ എന്തിന്റെ ഇവിടെ ജസ്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. എല്ലാവരും അത്യാവശ്യം നല്ല ഏജിലുള്ള ആൾക്കാരാണ്, പക്ഷേ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നാണ് ഇവരും ചെയ്യുന്നത് പറയുന്നത്. അപ്പം നമുക്ക് സ്റ്റേ ട്യൂണ്. കണ്ടാ മക്കളെ നിങ്ങൾ ഞെട്ടിക്കുന്ന വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. റൈഡേഴ്സ് എല്ലാം കൂടിയിട്ട് ഇവിടെ ഏത് യാത്രയാണെങ്കിലും ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനുശേഷം ഒരു ചായ പിടിക്കാന്നുള്ള പ്ലാനിൽ ഷോപ്പ് പോകും. അങ്ങനെ ചായ പിടിക്കേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ചായ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഓരോരുത്തർ ചായ എടുത്തിട്ട് ഓരോരുത്തർ കുടിക്കുകയാണ്. അപ്പൊ ചായ എങ്ങനെയുണ്ട്? അതായത് ഈ ബൈക്ക് റൈഡ് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ തിരിച്ചു കഴിഞ്ഞാൽ നല്ല രസം, നല്ല ഉഷാറായിട്ട് എൻജോയ് ചെയ്തിട്ട്. ടേക്ക് എ ബ്രേക്ക്, ടേക്ക് എ ചായ. അതാണ് ബ്രേക്ക് വിത്ത് ചായ. അടിപൊളി. അപ്പൊ ഇതാണ് ഇവിടെ ഉള്ള റൈഡ്. നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു ഫീൽ ഇവിടെ വരുന്നുണ്ട് അല്ലേ? നമ്മുടെ ലോങ് റൈഡ് പോകുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടെല്ലാം ചായ പിടിക്കുമ്പോൾ നമ്മള് കുറഫുഖാനിക്ക് ഏകദേശം ഒരു 90 കിലോമീറ്റർ ഉണ്ട്. 90 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിന് മാത്രം ഐറ്റംസ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ഫ്രഷ് മാറ്റാനും ഒന്ന് ബ്രേക്ക് എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം. മാഷാ അല്ലാ. അപ്പോൾ ബ്രേക്ക് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള വണ്ടികൾ നമ്മളിപ്പോൾ 4 ബൈക്കാണ് ഇപ്പം നിലവിലിപ്പം കയ്യില്ല, ബാക്കിയുള്ള മുന്നിൽ പോയിട്ടുള്ളത്. ഇപ്പോൾ ഈ വണ്ടികളാണ് നമ്മളെ കൂടെ ഉള്ളത്. ഒന്ന് BMW ഉണ്ട്, ഹാർലി ഉണ്ട്, പിന്നെ 2 ഹോണ്ട സെയിം. അപ്പം ഇൻഷാ അല്ലാ സ്റ്റേ ട്യൂൺ. അപ്പോൾ കുറച്ച് ഞാനും ചായ പിടിക്കട്ടെ. മേരക്കൊക്കെ ചായ മിലേഗാ? അരേ വാ, ഒരു ചായ ഞാൻ കുടിക്കട്ടെ. അടിപൊളി സെറ്റ്. ചായന്റെ കൂടെ എന്തല്ല അലീസ. ചായ മാത്രല്ല, ചായന്റെ കൂടെ അലീസയും കൂടി ഉണ്ടെന്നാ പറഞ്ഞത്. ഇമാറാത്തുകളുടെ ദേശീയ ഭക്ഷണം. നമ്മളെ നാട്ടിലെ മധുരമുള്ള അലീസ അല്ല കേട്ടോ, ഇത് വേറെ ടൈപ്പ് അല്ലേ? നൈസ്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യവും പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് കഴിക്കാനുള്ള സൗകര്യം. അങ്ങനെ ഏകദേശം ചായ എല്ലാം കുടിച്ച് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഇപ്പൊ അടുത്ത് നമ്മള്
ഇപ്പൊ എവിടെയാ സ്ഥലം നമ്മൾ കറക്റ്റ്? കോർഫുഖാൻക്ക് പോകുന്ന വഴിക്കാണ്. ഷാർജന്റെ ഏതോ ഭൂപ്രകൃതിയാണ് ആ പോകുന്നത്. ഓ റൈഡേഴ്സ്, ഓരോ റൈഡേഴ്സ് ഓരോ രീതിയിൽ വണ്ടിയെല്ലാം സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ കുർഫുഖാനിൻ്റെ മലമുകളിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഏത് വണ്ടി ചൂസ് ചെയ്യും? ഇത് വേണോ, ഇത് വേണോ, ഇത് വേണോ? അപ്പോൾ ഇത് കയറല്ലേ, ഇത് നമുക്ക് കയറാം. ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഈ മല കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ജാസിക, സ്ഥലത്തിൻ്റെ പേരെന്താ? ഇതാണ് അൽ സുഹൂബ് റെസ്റ്റ് ഏരിയ. ഇത് കോർഫുഖാനിലെ നമ്മളെ ഷാർജന്റെ ഭാഗമാണ്. ഷാർജ ഷെയ്ഖാണ് ഇതൊരു തോന്നുന്നു ഒരു 6 കൊല്ലം മുന്നേറ്റ് 4 കൊല്ലം മുന്നേറ്റ് ഉദ്ഘാടനം ചെയ്തത്. കോർഫുഖാൻ സിറ്റി മൊത്തം ഇവിടുന്ന് കാണാം. ഓക്കെ, ഇവിടെ വന്ന് നോക്ക്. കോർഫുഖാൻ ഫോർട്ടാണത്. കോർഫുഖാൻ ഷാർക്ക് ഐലൻഡ് ആണത്. കോർഫുഖാൻ സിറ്റി അങ്ങോട്ട് പോയാൽ ഫുൾ സിറ്റി കാണാം. ഇവിടെ തണുപ്പ് കാലത്ത് ഫുൾ കോടയായിരിക്കും. ആ വിട്ട് കാണുന്നതെല്ലാം കപ്പലുകളാണ്. ആ വിട്ട് ഒരുപാട് വിട്ട്. ഈ അടുത്ത് കാണുന്നത് സീപോർട്ടാണ്. ആ വിട്ട് ആണെങ്കിൽ മൊബൈലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്തിട്ട് എടുത്താൽ എനിക്ക് കറക്റ്റ് കിട്ടും. ആ ലൈറ്റ് ഫുള്ള് ഷിപ്പുകളാണ്. വെസൽ ഒരു മോർ ദാൻ 100 ഷിപ്സ് എനിക്ക് ഇവിടെ നങ്കൂരിട്ടുണ്ടാവും. ഇത് ഇന്ത്യൻ ഓഷ്യനാണ്. ഇന്ത്യൻ ഓഷ്യൻ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലാണ്. ഇന്ത്യൻ ഓഷ്യൻ കണ്ടിട്ട് നമ്മളിവിടെ വന്നതെന്ന് അറിയാം. അടിപൊളി. അങ്ങനെ റൈഡേഴ്സും തമ്മിലുള്ള ഡിസ്കഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇത് കുർഫുഖാനിലെ റെസ്റ്റിംഗ് ഏരിയ ആണ്. അവിടെ തന്നെ ബൈക്ക് റൈഡേഴ്സ് എല്ലാം കൂടിയിട്ട് ഇവിടെ ബൈക്കിങ് ഇങ്ങനെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. ഓരോരുത്തർ അവരുടേതായ ബൈക്ക് എടുത്തിട്ട് അവരോട് പോകുന്നുണ്ട്. അടിപൊളി. അടിപൊളി വൈബ് എന്ന് വെച്ചാൽ അടിപൊളി വൈബ്, ഒരു രക്ഷയില്ലേ. സീന് ഇവിടെ ഷാർക്കിനെ വന്നിട്ട് ഷാർക്കിനെ നോക്കാൻ പോയ മനുഷ്യനായത്. അത് എത്തിയത് കാണാനായിട്ട് അങ്ങ് ഇവിടെ നിന്നിട്ടുള്ളത്. ടൈറ്റാനിക് നേരെ ഞങ്ങൾ തലയിരുന്നിട്ടാണ് വന്നത്. നമ്മളിപ്പോൾ അൽ സുഹൂബ് റെസ്റ്റ് ഏരിയയുടെ മുകളിലെത്തിയ സ്ഥലമാണ് അൽ സുഹൂബ് റെസ്റ്റ് ഏരിയ എന്ന് പറയുന്ന സ്ഥലം. നമ്മളെ കൂടെയുള്ള റൈഡേഴ്സ് അവരവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ ബൈക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് ഹോട്ടലാണോ എന്തോണെന്ന് അറിയില്ല, പക്ഷേ അവിടെ നിന്നുള്ള കാഴ്ചകളും അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുക, ഇതിൻ്റെ എൻട്രൻസ് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ഇതാണ് മക്കളെ അൽ സുഹൂബ് റെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. സാധാ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാക്കിയതെന്നല്ല പറഞ്ഞത്, ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷേ സ്ഥലം അടിപൊളിയാണ്. ഉണ്ടോ, ഇവിടെ കളിക്കാനുള്ള സ്ഥലം വേറെ ഉണ്ട്. ഫ്രണ്ട്സ് ഒരു കുട്ടികളും വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഇത് വേറെ മൂഡ്. ഇതേപോലെ ഒന്ന് ഞാൻ കണ്ടത് ഉസ്ബെക്കിസ്ഥാനിൽ പോയ സമയത്താണ് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടത്. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്കൊന്ന് ഞാൻ നോക്കാം. സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റും ഇവിടെ കാണാം. എന്ന് വെച്ചാൽ കുർഫുഖാൻ ഏരിയ മൊത്തം നമുക്ക് ഇവിടുന്ന് കവർ ചെയ്യാൻ പറ്റും. വേറെ വൈബിലേ, ഒരു രക്ഷയില്ല, അങ്ങനെ ഒരു രക്ഷയില്ല. ഇതൊരു റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നു. ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയുന്നപോലെ പറയാം. കണ്ടോ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലേ. അവിടുന്ന് നമ്മൾ അതിലൂടെയാണ് വന്നത്. കന്ന റോഡ് എടുക്കാം. ആ റോഡ് കാണുന്ന ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്ത് കയറി ഇവിടെ എത്തി.
വേറെ ഫീല്, വേറെ വൈബ്, അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മുടെ ടീം അതാ അവിടെ നിൽക്കുന്നതാ, അല്ല അവിടെ ഇരുന്നിട്ട് സംസാരിക്കുക കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ജസ്റ്റ് ഇതൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച്. എന്താ ലക്ഷറി ആംബിയൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്, അടിപൊളി കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഇങ്ങനെ പാർക്കുണ്ട്, കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇത് കറങ്ങിയിട്ട് ഏകദേശം ഏരിയ മൊത്തം വന്നേ. എങ്ങനെയുണ്ട്? അങ്ങനെ കുർഫുഖാൻ ഏരിയയിൽ നമ്മളെത്തി. ഇനിയിപ്പോൾ നോക്കാം. അടിപൊളിയാണ്, സംഭവം സെറ്റാ, മുതലായിക്ക് ഇത്രയും വന്നത്. അപ്പം ഇവിടെയുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ കാണിച്ചു കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മളങ്ങനെ കുർഫുഖാനിൽ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ കണ്ട് അങ്ങനെ അടിപൊളി ഏരിയയാണ്, അടിപൊളി വൈബാണ്. വേറൊരു സെറ്റും വേറൊരു കാര്യവും പറയാനില്ല. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കൊളീഗ്സായിട്ടും എല്ലാവരും കറങ്ങാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ഇവിടെ. ഫസ്റ്റ് അവിടുന്ന് കാര്യം ഉടനെ ഈ റൂട്ട് റൗണ്ട് ഓഫ് എടുത്തിട്ട് ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ ഇവിടെ ഉണ്ട്, തായം പാർക്കിംഗ് ഉണ്ട്, പിന്നെ അതിൻ്റെ തായം പാർക്കിംഗ് ഉണ്ട്. ഇത് മൊത്തം 360 ഡിഗ്രിയാണ്. ഏകദേശം ഒമാൻ, ഗൾഫ് ഓഫ് ഒമാൻ കടൽ തീരം എന്ന് പറയാം, ഇന്ത്യൻ ഓഷ്യനാണ് ഇത് അപ്പുറമുള്ളത്. അപ്പോൾ അടിപൊളി സ്ഥലം, അടിപൊളി വൈബും അടിപൊളി ലൊക്കേഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇടുന്നത് സീ ലെവലിനേക്കാൾ ഏകദേശം 500 മീറ്റർ മുകളിലുള്ള നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് വെച്ചാൽ ഇപ്പോൾ നേരെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പോർട്ടാണ്, ഒമാൻ പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ, ഒമാൻ പോർട്ട്, അപ്പോൾ ഇതെല്ലാം വരുന്നൊരു അടിപൊളി ലൊക്കേഷനാണ് ഇത് വരുന്നത്. പിന്നെ ഇവിടെ പാർക്കിംഗ് ഫീസ് എല്ലാം വരുന്നുണ്ട്. പാർക്കിംഗ് ഫീസ് എന്ന് വെച്ചാൽ മണിക്കൂറേക്ക് 20 ദിർഹംസ്, പിന്നെ 40 ദിർഹംസ്, അങ്ങനെ മൾട്ടിപ്ലൈറ്റെല്ലാം പോകും. അപ്പോൾ അൽഹംദുലില്ലാ ഈ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ റൈഡേഴ്സെല്ലാം ഇപ്പം റൈഡൊന്നും കൂടി വേറെ സ്ഥലത്തേക്കും കൂടി പോകാൻ പോകുന്നുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് അങ്ങനെ ബൈക്ക് റൈഡെല്ലാം എടുത്ത് എല്ലാവരും കൂടിയിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാ? ഫുജേറയിലേക്ക്. ഇപ്പോൾ നമ്മൾ ഷാർജയിലല്ലേ? ഇപ്പോൾ ഷാർജ, ഇനി ഫുജേറയിലേക്കാണ് ഇനി അടുത്ത് പോകുന്നത്. അപ്പം സ്റ്റേറ്റ് വേണം. ഇങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്. കയറുന്നതിനേക്കാൾ ഭംഗി ഇറങ്ങുന്ന സമയത്താണ്. ഇത് വേറെ ഫീൽ കേട്ടോ. യാത്രക്കിടയിൽ ഭയങ്കര ക്ഷീണം, അപ്പോൾ ഭക്ഷണവും വെള്ളമൊന്നും കുടിക്കണ്ടേ. അപ്പോൾ നമ്മൾ റൈഡേഴ്സിൻ്റെ കൂടെ ഉള്ളൊരു ടീമുള്ള ഒരാളെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഷാഫുർജേറ ട്രേഡ് സെൻ്ററിൻ്റെ അടുത്തുള്ള ഫ്രൈ ബേർഡ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്, കഫ്റ്റീരിയാണ്. അപ്പം ഇവിടെയാണുള്ളത്. ഇതാ എല്ലാവരും ഇവിടുന്ന് ജ്യൂസ് കുടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ജ്യൂസ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഹലോ ഹായ്. അപ്പം ഇവിടുന്ന് നമ്മൾ ജ്യൂസ് കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലും സംസാരിക്കാം. എല്ലാവരും ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിലുള്ളത്. അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കുന്നതാണ് നമ്മളെ സാദിഖ് ബ്രോ നമ്മളോട് പറഞ്ഞത്. എങ്ങനെയുണ്ട്? നമ്മൾ ഫുജേറിയിലെ ഫ്രൈ ബേർഡ് ചിക്കൻ ഫ്രൈ ബേർഡ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. അടിപൊളി ബ്രോസ്റ്റഡാണ് ഇവിടെ. ഇത് നോർമലാണ്, പക്ഷെ ഇത് കണ്ട എക്സ്ട്രാ സ്പൈസിയാണ്. സ്പൈസി ലവേഴ്സിന് അടിപൊളിയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? വെറൈറ്റി ടേസ്റ്റ്, വെറൈറ്റി സ്പൈസി തന്നെയാണല്ലോ. പൊടി മോനെ പൊടി രക്ഷയില്ല. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് പാർസൽ മേടിക്കേണ്ടി വരുള്ളൂ. ഒരു സ്പൈസി, എക്സ്ട്രാ സ്പൈസി വേണം. ഇത് നോർമലാണ്. ഇത് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ സ്പൈസി ഇടണം. എന്താണ് സാധനങ്ങളുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ ഇവിടുന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനി ഇവിടുന്ന് വിട വാങ്ങണം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ മൊത്തമായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക.